ഫുട്ബോളിൽ നമ്മൾ സംസാരിക്കുമ്പം ഇന്ത്യയുടെ സ്ഥാനം 124ാമത്തെ റാങ്കാണ്. നമുക്കാണെങ്കിൽ ഒരു ശരിക്കുള്ള ഒരു കോച്ച് പോലും ഇപ്പം അങ്ങനെ രൂപപ്പെട്ട് വരുന്നുമില്ല. എന്താണ് ഇന്ത്യയുടെ ഒരു ഫുട്ബോൾ അഡ്മിനിസ്ട്രേഷൻ്റെയും അതിൻ്റെ ഒരു സാധ്യതകളുടെയും ഒക്കെ പ്രശ്നം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. ഇപ്പം ഈ ഇടയ്ക്ക് പ്രസിഡന്റ് മറ്റേ അസംബ്ലി ഇലക്ഷനിൽ നിന്ന് പൊട്ടി പാളീസായി വെസ്റ്റ് ബംഗാളിൽ, കല്യാൺ ചൗബെ. അദ്ദേഹത്തെ പറ്റി ഇല്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല എല്ലാ ഭാഗത്തു നിന്നും. പണ്ടത്തെ കോച്ചായിരുന്ന ഈഗോർ സീമാച്ച് തൊട്ട് മുമ്പത്തെ സെക്രട്ടറി ആയിരുന്ന ഷാജി പ്രഭാകരൻ, എല്ലാവരും കല്യാൺ ചൗബയെ പറ്റി ഓരോ കഥകൾ ഇറക്കിയിട്ടുണ്ട്. പോട്ടെ, ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു, AIFF ഒരു ഒഫീഷ്യൽ വലിയ എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നത് ഞങ്ങളുടെ 214 ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് കോച്ചാവാൻ. അതിൽ ചില ടോപ്പ് പേരുകളുണ്ട്. ഈ ടോപ്പ് പേരുകൾ 2 പറഞ്ഞത്, ഒന്ന് ഫിലിപ്പ് ട്രൂസിയെ, ജപ്പാനെ 2002 ലോകകപ്പിൽ കോച്ച് ചെയ്ത ഫിലിപ്പ് ട്രൂസിയെ. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ 20 കൊല്ലത്തിൽ. പിന്നെ ഒരു പേര് പറഞ്ഞത് വിൻഫ്രഡ് ഷേഫർ ആയിരുന്നു, കാമറൂണിന് 2000 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് നേടിക്കൊടുത്ത ജർമ്മൻ കോച്ച്. ഷേഫറിന് ഏകദേശം 100 വയസ്സൊക്കെ, തമാശ പറയട്ടെ, ശരിക്കും 75 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഇവരെയൊക്കെയാണ് ബിഗ് നെയിം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത്. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഇതിന് മുമ്പ് ISL ഐ ലീഗിലോ പണിയെടുത്തിട്ടുള്ള ഏതെങ്കിലും ഇന്ത്യയിലത്തെ ഫുട്ബോളിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ള ഒരു കോച്ച്. ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിങ്ങിൻ്റെ ആൻഡ്രേ ഷെർണിഷെവ് മുമ്പ് സോവിയറ്റ് യൂണിയനും CISഉം റഷ്യയൊക്കെ ആയപ്പോൾ അവർക്കൊക്കെ കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരാളൊക്കെ ആണെങ്കിൽ അവർ ഏറ്റവും നല്ല ലെവലിൽ കളിച്ചിട്ടുമുണ്ട്, ഇന്ത്യയിൽ കോച്ച് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. തീരെ ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരാൾക്കൊക്കെ. അപ്പോൾ അത് തീരെ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ തന്നെ ഒരു കൊല്ലമൊക്കെ എടുക്കും. ആ സമയം നമ്മുടെ അടുത്തില്ല ശരിക്കും. അപ്പോഴേക്കും അടുത്ത ക്വാളിഫയിങ് ക്യാമ്പയിനും പോയി കിട്ടും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇതിന് മുമ്പ് കോച്ച് ചെയ്തിട്ടുള്ള ആരെങ്കിലും എടുക്കുക തന്നെ ആയിരിക്കും നല്ലത്. പക്ഷെ അത് ആരായിരിക്കണം, എന്തെങ്കിലും ഒരു കളിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ വേണം. ഇപ്പം അല്ലെങ്കിൽ കോച്ച് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം അതിലൊരു നല്ല ഒരു ഉദാഹരണം, ഗ്രീസ് 2004 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ അവരുടെ കോച്ച് ജർമ്മനിയുടെ ഓട്ടോ റേഹഗലായിരുന്നു. ഓട്ടോ റേഹഗൽ മുമ്പ് ബായൺ മ്യൂണിക്ക് അങ്ങനത്തെ വലിയ ക്ലബ്ബൊക്കെ കോച്ച് ചെയ്തത്. പക്ഷെ ഗ്രീസിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വേഗം മനസ്സിലായി, ഈ കളിക്കാരെ വെച്ചിട്ട് എനിക്ക് വലിയ ടിക്കിറ്റാക്കിയും ഇതൊന്നും കളിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്തുള്ളത് 3-4 നല്ല ഡിഫൻഡർമാരുണ്ട്, ഒരു നല്ല ഗോൾ കീപ്പർമാരുണ്ട്, ഗോൾ അടിക്കാൻ ഒരുത്തനുണ്ട്. അത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് പോയി ഗോൾ അടിച്ച് എങ്ങനെയെങ്കിലും കളി ജയിക്കാൻ നോക്കും. അങ്ങനെയാണ് അവർ യൂറോ ജയിച്ചത്. അപ്പം അതുപോലെ കുറച്ച് ഇന്ത്യയുടെ അടുത്ത് ഇപ്പോൾ വലിയ കളിക്കാരൊന്നുമില്ല. പണ്ടത്തെ 20 കൊല്ലം മുമ്പത്തെ അപേക്ഷിച്ച് നോക്കിയാൽ കൂടി മോശം ഒരു സെറ്റാണ് ഇപ്പോൾ ഉള്ളത് കളിക്കാർ. അല്ലെങ്കിൽ മോശം എന്ന് പറയില്ല, ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ഇനി ഒരു 2-3 കൊല്ലം എടുക്കും ആ ഒരു ലെവലെത്താൻ വേണ്ടി. അപ്പം അത് ആ ഒരു ലിമിറ്റേഷൻ മനസ്സിലാക്കി കോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ സ്പെയിൻ കളിക്കണ പോലെ കളിക്കും, ഞാൻ അർജൻറ്റീന കളിക്കണ പോലെ കളിക്കും എന്ന് പറഞ്ഞാൽ അത് ശരിയാവാൻ പോകുന്നില്ല.